നമസ്കാരം, ഞാൻ നന്ദകുമാർ. കുറച്ച് ലോങ് ലീവിന് ശേഷം ഒരു ലോങ് റൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു തയ്യാറെടുപ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും ആ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ ഇരിപ്പുണ്ട്, വണ്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ കുറച്ച് അറ്റകുറ്റ പണികളാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലോങ് റൈഡാണ്, ഒരു 250-300 കിലോമീറ്റർ ദൂരമുള്ള ഒരു ലോങ് റൈഡാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വണ്ടി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. 300 കിലോമീറ്റർ ദൂരമുള്ള ഒരു ലോങ് റൈഡാണ്. അപ്പോൾ വണ്ടി നമുക്ക് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. വണ്ടിയുടെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കണം. വണ്ടിയുടെ ആക്സിലേറ്റർ കേബിള്, ക്ലച്ച് കേബിള്, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ അതേപോലെ അതിൻ്റെ ചാർജിങ് പോർട്ട് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് എറുത്താണ്, ഇടയ്ക്ക് പുകയൊക്കെ വന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓണാക്കുമ്പോൾ പുകയൊക്കെ വന്നു, അപ്പോൾ അത് മാറ്റണം. പിന്നെ സൈഡ് സ്റ്റാൻഡ് മാറ്റണം, ഓയിൽ ചേഞ്ച് ചെയ്യണം, എയർ ഫിൽറ്റർ മാറ്റണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഒരു അരമണിക്കൂർ ആയിരിക്കും വീഡിയോയുടെ ഒരു ലെന്ത്. അപ്പോൾ എല്ലാവരും കണ്ട് ഹെൽപ്പ് ചെയ്യണം. വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ട്രാവലിംഗ് വീഡിയോ എന്ന് പറയുന്നത് മറ്റു വീഡിയോ പോലെ അല്ല, വളരെ എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരു ക്യാമറ എടുത്തിട്ട് റൂമിലിരുന്ന് കുറച്ച് കലവും ചട്ടിയൊക്കെ എടുത്ത് കുക്കി ഷോയൊക്കെ ചെയ്യുമ്പോൾ നല്ല ട്രാവലിംഗ് വീഡിയോ വളരെ എക്സ്പെൻസീവാണ്. അതേപോലെ ട്രാവൽ ചെയ്യണത് തന്നെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ വീഡിയോ കാണുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ എഡിറ്റിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർന്നാണ് ഒരു നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഉടനെ ഫുഡ് കഴിക്കുന്നതും വഴിയോര കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു ട്രാവലിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, കാണണം. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളും വീഡിയോയിലൂടെ ചെയ്തു തരണം. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സീറ്റ് കവറൊക്കെ നമ്മൾ വണ്ടി കൊണ്ട് വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് ആൾക്കാരൊക്കെ പറയാൻ പറ്റില്ല, ആരെങ്കിലുമൊക്കെ നഖം വെച്ചൊക്കെ ഇങ്ങനെ കുറച്ച് സ്ക്രാച്ച് അത് കംപ്ലൈൻറ്റ് ആയി. അപ്പോൾ അതൊക്കെ മാറ്റണം. എന്നിട്ട് വണ്ടി വാട്ടർ സർവീസ് ചെയ്യണം. ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് ട്രാവലിംഗ് ചെയ്യുന്നതിന് മുമ്പുള്ള ട്രാവലിങ്ങിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ വണ്ടിയിൽ ഒരുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് എന്തായാലും കാഴ്ചകളിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ വണ്ടി തരികയാണ്. അപ്പോൾ വണ്ടിയുടെ കുറച്ച് പണി വരുന്ന ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ പണി ചെയ്യാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ചാർജിങ് പോർട്ട് ഇത് മാറ്റേണ്ടി വരും. കാര്യം എന്താ ഇത് അതിൻ്റെ വയർ ഇതിനകത്ത് കണക്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ പോയി. അപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് ഫയറിംഗ് ഒക്കെ ഉണ്ടായി. പിന്നെ ഉള്ളത് എടുത്ത് പറയാനുള്ള കാര്യം എന്താ, സീറ്റ് കണ്ട, സീറ്റിൻ്റെ കംപ്ലീറ്റ് ഇതും പോയി. അപ്പോൾ ഇത് ഒരു കവർ ചെയ്യണം. ഇത് സിംഗിളായിട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഡബിൾ സീറ്റും കൂടെ ചേർത്തേ അവർ ചെയ്യുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു കാര്യത്തിനൊക്കെ ഒരു തീരുമാനമായി കണ്ട. അതിൻ്റെ നമ്മൾ കാലുകൊണ്ട് തട്ടി വയ്ക്കുന്ന ഭാഗം ദ്രവിച്ചു പോയി. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഫാനിലേക്ക് ഉടക്കി കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ എളുപ്പമെടുത്ത് മാറ്റാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എടുത്ത് പറയത്തക്ക വലിയ വർക്കൊന്നുമില്ല. പിന്നാണ്ട് ആക്സിലേറ്റർ കേബിള്, അതേപോലെ ഇവിടുത്തെ ക്ലച്ച് കേബിൾ, അതൊന്നും ഒരു പ്രശ്നമില്ല. എന്നാലും ഒരു ലോങ് റൈഡ് ചെയ്യണമുണ്ട് നമുക്ക് അതെല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ ഓയിൽ മാറ്റണം, എയർ ഫിൽറ്റർ മാറ്റണം. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെ വാട്ടർ സർവീസ്. ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. Never really know what's going on. Look at me sometimes like all you want to do is run. Hear me out, hear me out. If all the things you never
നമസ്കാരം. ടെക് ട്രാവലിംഗ് നന്ദന്മാറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടിയുടെ കുറച്ച് അറ്റകുറ്റ പണിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്തു. അങ്ങനെ ഒരു സൺഡേ റൈഡിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മുടെ കേരളത്തിന്റെ പുറത്താണ് ഈ ഒരു ഹൈഡൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉള്ള ഒരു സ്ഥലം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ പുഷ്പ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അല്ലു അർജുനാണ് അതിലെ നടൻ. ആ സിനിമ നിങ്ങൾ കാണാൻ മനസ്സിലാവും. ആ ഒരു മേഖലയാണ്. നല്ല സമുദ്രനിരപ്പിൽ നിന്ന് എനിക്ക് തോന്നുന്നു 500-600 അടി ഹൈറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. അതിന് നല്ല ഒരു ഹൈറ്റാണ് ആ ഒരു മേഖല. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പുറത്താണ്. തമിഴ്നാട് ജില്ലയാണ്, ചെങ്കോട്ട ഭാഗത്താണ്. അപ്പോൾ ചെങ്കോട്ട ആര്യങ്കാവ് ആ ഒരു മേഖലയിലാണ്. അപ്പം എല്ലാവരും ഈ ഒരു ചെറിയ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നല്ല നല്ല ഇതാണൊക്കെയുള്ള പ്രകൃതി ഭംഗിയായ കാഴ്ചകളായി ഇനിയും വരാം. നമുക്ക് ഈ കാഴ്ചയും ഇതിനകത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ. വണ്ടിയിലെ വർക്കെല്ലാം കഴിഞ്ഞ് അങ്ങനെ കയ്യിൽ കിട്ടി. രാവിലെ ആയപ്പം എനിക്ക് ഫ്രീ ആവാനുള്ളൊരു സമയവും കിട്ടി. അപ്പം ഒരു ചെറിയ ഒരു യാത്ര പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഫോറസ്റ്റിനകത്തുള്ള മനം കൗരുന്ന കാഴ്ചയുമായി ഞാൻ മുന്നോട്ട് പോവുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം പോകുന്ന വഴിയെല്ലാം റെയിൻ ഫോറസ്റ്റാണ്. അപ്പം റെയിൻ ഫോറസ്റ്റിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ വണ്ടി കുഴപ്പമില്ല, അത്യാവശ്യം വർക്കെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ നമ്മളെ മൊബൈലിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യുന്നത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ഇല്ല, ഒരു സിൽവർ മോഡലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പഴയത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻസുലേഷൻ ടാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അത് ഷോർട്ടാവാതെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മൊബൈൽ ഹോൾഡർ ഇപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബ്ലാക്ക് കിട്ടുകയാണെങ്കിൽ ഇത് മാറ്റാം. സിൽവർ ആകുമ്പം ഇതിൽ ചേരില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വാങ്ങാത്തത്. പോയ കടയിലെല്ലാം ആ സിൽവർ മോഡലിലുള്ള സാധനങ്ങളുള്ളൂ. അപ്പോൾ ഉള്ളത് നമ്മളത് ഒഴിവാക്കി. അപ്പം യാത്ര അങ്ങനെ പോവുകയാണ്. അപ്പം പിന്നെ ഈ പോകുന്ന പല ഭാഗത്തും മഴ ധാരാളം അനുഭവപ്പെടുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗത്ത് നല്ല വെയിലായിരിക്കും, ചില ഭാഗത്ത് നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ രീതിയിൽ പെയ്യുന്ന ഒരു കാഴ്ചയല്ല, ചെറിയ രീതിയിൽ പൊടിയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് തന്നെ അത് നനഞ്ഞുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള ഒരു സുഖകരമായ മഴയാണ്. പിന്നെ അതേപോലെ നല്ല തണുത്ത് ഉറഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഈ തെന്മല ആര്യങ്കാവ് മേഖലയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ യാത്രയ്ക്ക് യോജിച്ച മേഖലയാണ് ഈ ഒരു സ്ഥലങ്ങൾ. ഇവിടെ ഒരുപാട് നല്ല ടൂറിസം മേഖലകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകാനായിട്ട് ധാരാളം ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മൾ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ യാത്ര ചെയ്യാൻ തന്നെ വേണം. പിന്നെ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത്. കാടിൻ്റെ ഒരു കുളിരണിയിക്കുന്ന ഒരു മനോഹരമായ ഒരു ട്രാവലിംഗ് വീഡിയോ ഉള്ളത്. അപ്പോൾ അതേപോലെ എല്ലാവരും കാണണം. അപ്പം നമുക്ക് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാക്കൊക്കെ നോക്കി ട്രാവൽ ചെയ്ത് പോവുക. കാര്യം നമ്മളെ ട്രാക്കിൽ നിന്ന് മറ്റ് ട്രാക്കിലോട്ട് കിടക്കുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് വളരെ സൂക്ഷിക്കണം. കാര്യം ഇവിടെ കൂടുതലും വലിയ ലോറികളാണ് നമ്മളെ മുന്നിൽ കാണുന്നത്. അപ്പോൾ അത് മാക്സിമം സൂക്ഷിച്ച് ട്രാവൽ ചെയ്യുക, അപകടം ക്ഷണിക്ക് വരുത്താതിരിക്കുക. അപ്പം പിന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടു. അപ്പം പെട്രോൾ അടിക്കണമായിരുന്നു, പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വണ്ടിയൊന്ന് റെസ്റ്റ് ചെയ്തു, ഞാനും ഒന്ന് റെസ്റ്റ് ചെയ്തു. ഏകദേശം 10-45 കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിയുണ്ട് ഉള്ളൊരു ഇത്.
കാര്യം ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് റെസ്റ്റ് ചെയ്തു. ഇപ്പോൾ പെട്രോൾ പമ്പ് കണ്ടപ്പോൾ ഞാനും ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ചെയ്തു. പിന്നെ അതാണ് പെട്രോളും ഫില്ല് ചെയ്ത് നമ്മളിങ്ങനെ വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ്. വണ്ടിയുടെ ഫുൾ സർവീസും കഴിഞ്ഞ് സൈഡ് സ്റ്റാൻഡ് മാറ്റി, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റി, എയർ ഫിൽറ്റർ മാറ്റി, വാട്ടർ സർവീസൊക്കെ ചെയ്ത് കുഴപ്പമില്ല, നല്ല ഒരു രീതിയിൽ മാറ്റിയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനിയുള്ളൊരു വിഷമം എന്ന് പറയുന്നത് നമുക്ക് യാത്രക്കിടയിൽ മഴ പെയ്യുകയാണെങ്കിൽ വണ്ടി കംപ്ലീറ്റ് ഇപ്പം ചെളിയും കാര്യങ്ങളെല്ലാം അടിച്ച് കയറും. പിന്നെ ചെയിൻ ലൂപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം വൃത്തികേടാവും. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നെ നമ്മൾ ഈ ഭാഗം യാത്രയ്ക്കായി ഈ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ട്രാക്കിലൂടെ മാത്രം നമ്മൾ യാത്ര ചെയ്ത് പോവുക, അല്ലാതെ വരുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങരുത്. നല്ലൊരു പ്രകൃതി ഭംഗിയായ ഒരു സ്ഥലം കണ്ടങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് ഇവിടെ ഇറങ്ങി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ യാത്ര തിരിക്കാം. അപ്പോൾ നമ്മളിപ്പം ഏകദേശം തെന്മല ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. നമ്മൾ പോകുന്നത് എന്തായാലും കേരളത്തിന് പുറത്താണ്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസാണ്. എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് ആ കാഴ്ച നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഒരു ആര്യങ്കാവ് എന്ന് പറഞ്ഞൊരു മേഖലയും തെന്മലയും ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. എന്താ അടിപൊളി സ്ഥലമല്ലേ. Bye bye. Oh, sini. പോണ വഴിയിൽ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ട് അങ്ങനെയാണ് താഴോട്ടിറങ്ങിയത്. അപ്പോൾ ഇതേ കണക്ക് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും അഡ്വഞ്ചറിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ ഇതിനൊക്കെയുള്ള താഴോട്ടൊക്കെ വാഹനങ്ങൾ ഉപയോഗിച്ച് ഇറങ്ങാവൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറായിരിക്കില്ല, ചരളായിരിക്കും, നമുക്ക് ടയർ റോഡിൽ പിടിക്കില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അഡ്വഞ്ചർ ട്രിപ്പ് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തവർ മുകളിൽ വണ്ടി വെച്ചിട്ട് താഴെ ഇറങ്ങി നടന്ന് പോകാനുള്ള സ്ഥലമാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോകാവൂ. കാര്യം വെള്ളച്ചാട്ടങ്ങളാണ്. ഇവിടെയൊക്കെ ഏത് സമയത്തും വെള്ളം കൂടാനും കുറയാനും ചാൻസ് ഉള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഫോറസ്റ്റ് മേഖലയാണ്, അതായത് മഴക്കാട് ആണ് ഈ ഭാഗങ്ങളെല്ലാം. അപ്പം ഈ കാട്ടിനകത്ത് മലയുടെ മുകളിലൊക്കെ എപ്പോഴും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതനുസരിച്ച് നമ്മളെ ഈ നദിയിലും ഈ കാട്ടാറിലും കാട്ടരുവിയിലൊക്കെ വെള്ളം കൂടാനും കുറയാനും ഒരുപാട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയാണ് കാട്ടിനകത്ത് നമ്മൾ യാത്ര ചെയ്യാൻ വളരെ സൂക്ഷിക്കണം. അതേപോലെ നമുക്കിവിടെ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജനവാസ മേഖലയായിട്ടൊന്നും വലുതായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇതൊരു വളരെ പുരാതനമായ ഒരു ട്രൈബൽ ഏരിയയാണ്. അപ്പം ഇവിടെ ഇപ്പം നമുക്ക് ചില ഭാഗത്തൊക്കെ നമുക്ക് വിലക്കാണ്, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞിട്ടുള്ള മേഖലയിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിച്ച് കാഴ്ചകൾ പകർത്താൻ പറ്റുള്ളൂ. അതൊന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങൾ വളരെ നോക്കി തന്നെ വണ്ടി ഓട്ടിക്കേണ്ട ഒരു
കാര്യമാണ് എടുത്തു പറയാനുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ വളവാണ്. വളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്ക് കാണുന്നുണ്ടോ, ഒരു രക്ഷയില്ലാത്ത വളവുകളാണ്. ഒരു വളവ് വളഞ്ഞ് നമ്മുടെ വണ്ടി 3 റണ്ണിന് അടുത്ത വളവ് വരെയാണ്. അപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ മറു സൈഡിൽ വരുന്നവർക്കും അതേ കണക്ക് ആ വളവ് നേരിടേണ്ടി വരും. ആരെങ്കിലും ഒരാളുടെ ഒരു അശ്രദ്ധ കാരണം നമുക്കിവിടെ ആക്സിഡൻറ്റ് സംഭവിക്കും. ഈ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അഗാധമായ കുഴിയോ കൊക്കയോ ഒക്കെ ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ ടപ്പൻ തന്നെ റോഡിൽ തന്നെ വീഴണമെന്നൊന്നുമില്ല. ഇടിച്ചു കഴിഞ്ഞാൽ ആൾ നേരെ അങ്ങ് താഴെ പോവുകയാണ്. അതാണ് നമുക്ക് ആളെ ഒന്ന് എളുപ്പം രക്ഷപ്പെടുത്താൻ പറ്റാത്തത്. താഴെ വീണ് മരിച്ചതിന് ശേഷമായിരിക്കും പുറത്തുള്ള ആൾക്കാരൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പക്ഷേ സൈഡിൽ നമുക്ക് അതിനുള്ള വെളിയിൽ നമ്മൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടിച്ചു കഴിഞ്ഞാൽ തെറിയും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളൂ. പിന്നെ ആ കാടിൻ്റെ ഉള്ളിലൂടി യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മനോഹരമായ വിഷ്വലുണ്ട്, അതൊന്നും പറയാൻ പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ നമ്മളിപ്പം തെന്മല ഡാമിൻ്റെ അവിടെ എത്തി. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് തെന്മല എക്കോ ടൂറിസം ആ മേഖലയിലൂടെയാണ് യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു കുരങ്ങനിരുന്ന് ഭക്ഷണം കാണാൻ കഴിയുന്നു. താഴെ ഡാമാണ് കേട്ടോ. ഡാമിൻ്റെ വെള്ളം ഒഴുകി പോകുന്നൊരു മേഖലയാണ്. അതിൻ്റെ വക്കിലാണ് ഇത് ഇരിക്കുന്നത്. നമുക്കെന്തായാലും ബൈക്ക് കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഇറങ്ങി നോക്കാം. നമ്മളത് കല്ലട ഡാമാണ്. കല്ലട ഡാം തെന്മല എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെങ്കോട്ട ദേശീയപാതയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ചെങ്കോട്ട എത്തിയിട്ടില്ല. അപ്പോൾ ചെങ്കോട്ടയിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലും നല്ല എന്തു പറയാം, പച്ചപ്പ് നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലകളാണ് ഇവിടെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതേപോലെ ഇതായി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 13 കണ്ണറ പാലമാണ്. നമുക്ക് ഇനി വരുന്ന സഞ്ചാരികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് കാണാൻ വേണ്ടി വരണ്ട. കാര്യം ഇതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റെപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ടണലുണ്ട്. അതിനകത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ക ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. റെയിൽവേ ട്രാക്കാണ്. അതിലുപരി ഒരു ടണലുണ്ട്. നമുക്ക് ഇതിനകത്തൂടെ യാത്ര ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 400 മീറ്ററോളം എനിക്ക് തോന്നുന്ന ടണലിന് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ യാത്ര ചെയ്യുമ്പം ട്രെയിൻ വരുമ്പോൾ നമുക്ക് മാറിയിരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്. നല്ല ഹൈറ്റാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ എൻ്റെ വണ്ടിയിൽ ഒരു ചെറിയ പണി കിട്ടി കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് കേബിൾ പൊട്ടിയോ എന്നൊരു ഡൗട്ട്. കാര്യം പുതിയതാണ് ഞാൻ വാങ്ങിയിട്ടത്, മാറ്റിയത്. ക്ലച്ച് വളരെ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ക്ലച്ചിൻ്റെ ഈ ബൗഡൻ്റെ കുറച്ച് ഭാഗം പൊട്ടിയാലും ആ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ലിവറിൻ്റെ സൈഡിലൊരു ഓപ്ഷനുണ്ട് ബൈക്കിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം വലിയ കുഴപ്പമില്ല. സംഭവം പുതിയതായതുകൊണ്ട് കറക്റ്റ് സീറ്റിംഗ് ആയി കാണും വിചാരിക്കും. ക്ലച്ച് കേബിൾ പുതിയതാണെങ്കിൽ ഇപ്പം പുതിയതായതുകൊണ്ട് ടൈറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമായെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്തായാലും ഞാൻ ഇവിടെ ക്ലച്ച് ലിവറിൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്തപ്പം ക്ലിയർ ആയിട്ടുണ്ട്. വലിയ പ്രശ്നമില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും വർഷാപ്പ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സൺഡേ ആയതുകൊണ്ട് വലിയ പാടാണ്. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പം നല്ല വയറുവേശൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വളരെ ഫേമസായ ഒരു കടയാണ് കേട്ടോ. നമ്മുടെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് കുറച്ച് മുന്നിൽ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്ന ഈ ഒരു തട്ടുകട. കഴിക്കാൻ വല്ല ഉണ്ടോ കേട്ടോ? ഗൂഗിൾ പേ ഉണ്ടോ കേട്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ
ഇവിടെ ഗൂഗിൾ പേ ഉണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഗൂഗിൾ പേ എല്ലാ കടയിലും കാണും, എന്നാലും ഒരു ഡൗട്ട്, കയ്യിൽ ക്യാഷ് എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറി ഫുഡ് കഴിക്കാം. ഈ ആര്യങ്കാവ് മേഖലയിൽ വരുമ്പം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് കുറച്ച് മുന്നിലായിട്ട് നമുക്ക് ഈ ഒരു കട കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. നമുക്ക് എന്തായാലും ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. Very good. എത്ര ഉണ്ടോ കേട്ടോ കഴിക്കാൻ? അപ്പോൾ കറി ചിക്കൻ കറി ബീഫ് ചെറിയ പീസാണോ അത്? നല്ല ചിന്ന കട്ടി രണ്ട് പൊറോട്ട, 2 പൊറോട്ട മതി. അങ്ങനെ വാഴയില വാട്ടി നമ്മൾ മുമ്പേ കൊണ്ടുവച്ചു. ബീഫ് കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിറകടുപ്പിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫ് കറിയാണ്. അപാരമായ ടേസ്റ്റാണ്. പിന്നെ ഈ നാടൻ പൊറോട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാന്യമായി ഉണ്ടാക്കുന്ന പൊറോട്ടയാണ് ഇവിടെ. ഈ പൊറോട്ട ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പിച്ചെടുത്തിട്ട് ഈ ബീഫ് കറിയിൽ മുക്കിയിട്ട് എൻ്റെ പൊന്നു ഒരു അടാറ് സംഭവമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ആരായാലും ഈ മേഖല വരുമ്പോൾ ഈ വിറകടുപ്പിൽ വയ്ക്കുന്ന ഈ മനോഹരമായ ബീഫ് കറിയും പൊറോട്ടയും ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. കഴിച്ചിട്ട് നിങ്ങളിവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിപ്പം ഇവിടെ നിന്ന് കാപ്പി കുടിക്കുക കേട്ടോ. കാപ്പി അടിപൊളി, ഒരു രക്ഷയില്ല. പൊറോട്ടയും നല്ല ചൂട് ബീഫ് കറി, അതായത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് സാധനം. സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് നമ്മളെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിനടുത്താണ് കേട്ടോ. തെന്മല കഴിഞ്ഞ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിനടുത്ത് വരുമ്പോഴാണ് ഈ ഒരു കട കാണുന്നുണ്ട്, വിറക് കാണുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഫുഡ് കഴിച്ചു. നാഴിക്ക് പോകുന്നില്ല. കാര്യം വെച്ച് ഞാൻ 2 പൊറോട്ട ആണ് പറഞ്ഞത്. വീണ്ടും ഒരു പൊറോട്ട കൂടെ വാങ്ങി. നല്ല ചൂട് കറിയും ബീഫ് കറിയും പൊറോട്ടയും. ബീഫ് അങ്ങനെ കുറേ ചിലവർ കഴിക്കില്ല, എന്നാലും കഴിക്കുന്നവർക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഈ മേഖല അതായത് ആര്യങ്കാവ് മേഖലയാണ്. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡറാണ്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഈ ചെക്ക് പോസ്റ്റിനകത്ത് 1-2 കിടിലം സ്ഥലങ്ങളിവിടെയുണ്ട്. കാര്യം അമ്പനാട് ഹില്ലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതേപോലെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ട്. പിന്നെ റോസ്മല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൻ്റെ വീഡിയോക്ക് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ കയറി കാണാം. ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് രാവിലത്തെ കാഴ്ചയാണ്. അതായത് തമിഴ്നാട്ടിലോട്ട് പോകുമ്പം നമ്മളെ വെൽക്കം ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു എന്താ പറയാൻ, ഒരു പനയോലയിൽ പനയോല ഇങ്ങനെ 2 സൈഡൊക്കെ ഇങ്ങനെ കൂമ്പിച്ച് കെട്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഈ പനങ്ങയുടെ വെള്ളവും പനങ്ങയും കൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് നമുക്ക് തരും. അത് നല്ലൊരു ടേസ്റ്റാണ്. തമിഴ്നാട് മേഖലയിലോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാ റോഡ് സൈഡും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. ഞാൻ അക്കാനി ആണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അക്കാനി എന്ന് പറഞ്ഞാണ് ഞാനത് വാങ്ങിയത്. പക്ഷേ അക്കാനിയല്ല, ഇത് പനങ്ങയുടെ വെള്ളവും പനങ്ങയുടെ ഒരു പരിപ്പൊക്കെയാണ്. അക്കാനി ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കഴിക്കാവുന്നേ ഉള്ളൂ. വളരെ സൂക്ഷിക്കണം.
തമിഴ്നാട് മേഖലയൊക്കെ ആയതുകൊണ്ട് ഹൈജീനിക്കിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു നല്ലൊരു കിടിലം സ്ഥലം കൊണ്ട് നമുക്ക് അത് ഇറങ്ങി ഒന്ന് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്താണ് പോകുന്നത്. ഒരു നല്ലൊരു വെള്ളം ഒഴുകി വരുന്നൊരു സ്ഥലമാണ്. കാട്ടാറെന്നൊക്കെ വേണമെങ്കിൽ പറയാം. റോഡിൽ നിന്ന് ഞാൻ അകത്തോട്ട് ഇറങ്ങിയാണ് നിൽക്കുന്നത്. നല്ല വെള്ളമാണ്. കുടിക്കാനൊക്കെ ആൾക്കാർ ഇവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ അതിലുപരി ഇവിടെ കൊച്ചു പിള്ളേരൊക്കെ നിന്ന് ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് കളിക്കുന്നത്. ഇപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. ആ സൈഡിൽ കൂടെ കുറച്ച് ഒഴുകിയാണ് പോകുന്നത്. എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇപ്പോഴും ഞാൻ ശരിക്കും പക്ക ഒരു തമിഴ്നാട് വില്ലേജിനകത്തൂടെയാണ് യാത്ര ചെയ്യുന്നത്. തമിഴ്നാട് വില്ലേജിനകത്തുള്ള കാഴ്ച ഒരു വേറൊരു സംഭവം. നമ്മളെ പഴയ തമിഴ്നാട് നല്ല ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാം ഡെവലപ്പിംഗ് ആയ ഒരു മേഖല പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു ഒരു പഴയ ഒരു നാടൻ ഏരിയ എന്നാണ് പറയുന്നത്. അത്ര പക്ക ഒരു പഴയൊരു വില്ലേജ് ഒരുപാടൊരു ആർച്ച് കണ്ടു. ആർച്ചിൻ്റെ അവിടെ പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിൽ പാല് വണ്ടിയൊക്കെ പാലൊക്കെ ഇറക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നടിയൊക്കെ പാല് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലമാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പാസ് എടുക്കണം. 20 രൂപയാണ്. 2 വീലറിന് 20 രൂപയാണ്. കാറിന് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. 30-40 ആയിരിക്കാം. നമ്മൾ എടുത്തിട്ട് നമുക്ക് ഈ ഹിൽ സ്റ്റേഷനിലേക്ക് പോകാം. നല്ല ഹൈറ്റാണ്. എനിക്ക് തോന്നുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 1500 അടിയൊക്കെ ഉയരം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുത്ത് പഠിച്ചില്ല. ഞാനൊരു ഉദ്ദേശമാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗസ്ത്യാർ കൂടത്തിൻ്റെ ഒരു സെയിം ഹൈറ്റിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഇപ്പം 2 മാർഗമുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട്. ഞാൻ പോകുന്നത് വാഹനങ്ങൾ വഴി പോകാനുള്ള ഒരു പാതയാണ്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ നമ്മളിപ്പം ടോക്കൺ എടുത്തില്ലേ, ടിക്കറ്റ് എടുത്തതിൻ്റെ സൈഡിൽ കൂടി തന്നെ സ്റ്റെപ്പുണ്ട്. അതിൽ കൂടെ കയറി നമുക്ക് നടന്ന് ഒരുപാട് 100 കൂടുതൽ പടികളുണ്ട്. അതുകൊണ്ട് നമുക്ക് നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വാഹനത്തിൽ കൂടെ പോകുന്നതായിരിക്കും സ്വന്തം നല്ലത്. പക്ഷേ വാഹനത്തിലൂടെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് നമുക്ക് ഈ മേഖലയിൽ പോകാം. കാര്യം ഇടത് സൈഡൊന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇടത് സൈഡ് നോക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് അഗാധമായ കൊക്കയാണ്. വണ്ടിയൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചാണ് പോകാൻ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു മലയാണ്. ഈ മലേനെ അവർ വെട്ടി പൊളിച്ച് റോഡ് പണിതെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പഴയ മലയുടെ അവശിഷ്ടങ്ങളൊക്കെ ആ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഹെയർ പിൻ ഇങ്ങനെ ചുരം പോലെയാണ് കിടക്കുന്നത്. ഈ ഹെയർ പിൻ ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് അനേകം വ്യൂ പോയിന്റുകൾ നമുക്ക് ഈ ട്രാവലിങ്ങിനിടയിൽ വണ്ടിയിലിരുന്ന് തന്നെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ഇതാണ് പടിക്കെട്ട്. താഴെ കൂടെ നടന്നു വരുന്നവർക്ക് ആ പടവുകൾ വഴി നമുക്ക് നേരെ മുകളിൽ പോകും. ഈ പടിക്കെട്ട് വഴി കയറി വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന കേരളത്തിൻ്റെ തലയെടുപ്പുള്ള ആ മനോഹരമായ മലനിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ച ചെയ്യുന്നുണ്ട്. നമ്മൾ വന്ന വഴിയാണ്, റോഡാണ് കാണുന്നത് ചുറ്റി. അപ്പോൾ ഒരു കാറ് കിടക്കുന്നുണ്ട്. അതേപോലെ ഒരു സ്കൂട്ടർ വരുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇതൊരു സാധാരണ ട്രാവലിംഗ് ടീമൊക്കെ വരുമ്പോൾ അവർക്ക് നിന്ന് ഈ പോയിൻ്റൊക്കെ ഇല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു സ്പേസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാം. അല്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്താതിരിക്കാൻ സൂക്ഷിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവരിയോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. വളരെ ഹൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഹൈറ്റാണ്. വളരെ സൂക്ഷിക്കണം. ഇതാണ് ആ ഒരു ടെമ്പിൾ. ഞാൻ സസ്പെൻസായിട്ട് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെമ്പിളാണ്. ഇത് തിരുമലൈ കോവിൽ എന്നാണ് പറയുന്നത്. ചെങ്കോട്ട, തെങ്കാശി ആ മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു വ്യൂ. ഞാനിപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകളിലെത്തി. മുകളിലെ ടെമ്പിള്, ഇതിൻ്റെ താഴെയൊരു ടെമ്പിളുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ മലനിരകളാണ്. കേരളത്തിലെ മലകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.
അപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് തിരുമലൈ കോവിൽ എന്നാണ്. നമ്മുടെ തമിഴ്നാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മുരുകൻ്റെ ഒരു ടെമ്പിളാണ്. മുരുകൻ അഗസ്ത്യാർ മുനിക്ക് ദർശനം കൊടുത്ത ഒരു ക്ഷേത്രമാണിത്. അതുകൊണ്ട് അതിൻ്റെ പുറകെ കാണുന്നതാണ് ആ ക്ഷേത്രം. ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് എങ്ങനെ ആയാലും അത് പറഞ്ഞറിയാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ തിരക്കായതുകൊണ്ട് ഞാൻ അകത്തോട്ടൊന്നും കയറിയില്ല. അതിൻ്റെ പരിസരം മാത്രം കണ്ടിട്ട് അടുത്ത് താഴോട്ട് ഇറങ്ങുകയാണ്. എന്തായാലും താഴോട്ടുള്ള കാഴ്ചകൾ കാണാം. മറ്റേ സംഭവം ഇവിടെ എടുത്തുണ്ടായിരുന്നു മുകളിൽ. അപ്പം വാങ്ങി കുടിച്ചു. നല്ല ഇതുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടുമുണ്ട്, എനിക്ക് നല്ല ഒരു തണുപ്പുമുണ്ട്. ആ ഒരു ക്ലൈമറ്റാണ് മുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു ബോർഡർ മേഖലയാണ്. കേരളത്തിലെ മലനിരകളാണ് ആ കാണുന്നത്. അതിനപ്പുറത്താണ് നമ്മളെ കൊച്ചു കേരളം, ചുട്ടു പഴുത്ത് കിടക്കുന്ന കേരളം. അപ്പം ഇവിടെ നിന്ന് ഇനി നമുക്ക് താഴോട്ടുള്ള കാഴ്ച നമുക്ക് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും. കാര്യം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പം ഈ മലകളെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം ഈ ഫ്രണ്ടിലോട്ട് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള റോഡേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഒത്തിരി കൂടെ അടിപൊളിയായിട്ട് ഈ ഒരു വ്യൂ, ഒരു താഴ്വാരവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പം ഈ ഒരു മേഖലയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു തിരുമല കോവിലിനെ കുറിച്ച് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് തിരുമലൈ കോവിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഈ അല്ലു അർജുൻ നടനായി അഭിനയിച്ച പുഷ്പ എന്നൊരു സിനിമയുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ കാണണമെങ്കിൽ ആ സിനിമ നമ്മൾ കാണുമ്പോൾ ഇവിടുത്തെ നൈറ്റ് വിഷ്വലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. രാത്രി ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ കേട്ടോ. കോവിലിലെ ലൈറ്റ്, അതേപോലെ താഴ്വാരങ്ങളിൽ തെളിയുന്ന ലൈറ്റ്, ഇതെല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ഒരു കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ്. എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കത് കാണണമെങ്കിൽ ഈ പുഷ്പ മൂവി നമ്മൾ വാച്ച് ചെയ്യുമ്പം ഈ ഒരു നൈറ്റ് വിഷ്വലും അതേപോലെ കൂടുതൽ ഭംഗിയായിട്ടുള്ള രാത്രികളെ കാഴ്ചകളൊക്കെ അതിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നടന്നു വരുന്നവർക്കുള്ള പാതയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. സ്റ്റെപ്പ് വഴി വരിക. അപ്പോൾ വാഹനങ്ങൾ വരികയാണെങ്കിൽ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. വാഹനങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം മുകളിൽ. കാര്യം നല്ല ടോപ്പാണ്, നല്ല ടോപ്പ് വ്യൂ ആണ്. അപ്പം ഈ മാക്സിമം വാഹനങ്ങൾ ഈ നടുത്ത് കൊണ്ട് ഈ അരുവിനും ഈ കൊക്കയുടെ അരുവിനും കൊണ്ട് നിർത്തി ഈ കാഴ്ചകൾ കാണാതിരിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ കാര്യം അത് വഴുതി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനമില്ല, കാര്യമെല്ലാം ഓക്കെ ആവും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. രണ്ട് മല ഇടയിലൂടെയാണ് ഞാൻ പോകുന്നത്. കാര്യം രണ്ട് മലയും മറ്റും കുറിച്ചാണ് റോഡ് ചെയ്തേക്കുന്നത്. അപ്പം മുന്നിലുള്ള മനോഹരമായ താഴ്വാരങ്ങളും തിരിച്ചറിഞ്ഞു കാണാൻ പറ്റും. കയറി പോകുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ അത്ര ഒരു നമ്മളിപ്പം എന്ത് പറയാം, തിരക്ക് കുറഞ്ഞ മേലെയായതുകൊണ്ട് ആരും ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് വരുന്നവരെല്ലാം ഏറ്റവും മുകളിൽ പോകാനേ നോക്കുള്ളൂ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹൈഡ് ആൻഡ് പ്ലേസ്. തമിഴ്നാട് തെങ്കാശി ആ റൂട്ടിലാണ്, ചെങ്കോട്ട തെങ്കാശി റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വരാൻ നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വരണം. കാര്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. കാര്യം ഒരു തമിഴ് വില്ലേജിനകത്തുകൂടിയൊക്കെയാണ് നമുക്ക് കയറി ഇവിടെ വരാൻ. അങ്ങനെ തിരുമലൈ കോവിൽ എന്ന ഒരു സ്ഥലമായിരുന്നു ഞാൻ സസ്പെൻസായിട്ട് വെച്ചത്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഏകദേശം നമ്മൾ മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ ഈ മുകളിലുള്ള വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ. പിന്നെ ഈ ഒരു മേഖലയ്ക്ക് താഴെയിൽ അനേകം സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു സ്ഥലം ഉദ്ദേശിച്ചാണ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുകളിൽ തന്നെ വന്ന വേറെ അടുത്ത് ഇറങ്ങാതെ കണ്ടത്. ഒരു രക്ഷയില്ല, നല്ല കിടില മഴ. അപ്പോൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഇനിയിപ്പം ജാക്കറ്റൊക്കെ എടുത്ത്
മറ്റേ വണ്ടിയുടെ ഫ്രണ്ടിലെ ടാങ്ക് കവറിനകത്ത് കയറ്റി. ഇനി ജാക്കറ്റ് ഇത് മറ്റേ റെയിൻകോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. റെയിൻകോട്ട് എടുത്ത് ഇടുക, പാൻറ്റും എടുത്തിട്ട് നമുക്ക് എന്തായാലും മഴ നനയാം. എന്തായാലും ആ മഴയത്ത് ആ കാടിറങ്ങി നമ്മളിങ്ങ് ജനവാസ മേഖലയിലെത്തി. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിനകത്താണെങ്കിൽ പെട്ടുപോകും. നമുക്കൊന്നും കയറി നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. നല്ല ഫാസ്റ്റായിട്ടാണ് കയറി വന്നത്. വളരെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം ഞാൻ മെയിൻ റോഡിൽ ഇവിടെ തെന്മല മറ്റേ എക്കോ ടൂറിസം ആ ടൂറിസം മേഖലയുടെ അവിടെ എത്തിയപ്പോഴാണ് മഴ പെയ്തത്. അതിന് മുമ്പ് കാട്ടിനകത്തുള്ള യാത്ര കംപ്ലീറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് നനയാതെ രക്ഷപ്പെട്ടു. എന്തായാലും റെയിൻകോട്ടുണ്ട്. നമുക്ക് എന്തായാലും റെയിൻകോട്ട് ഇട്ടിട്ട് നമ്മൾ നിന്നാൽ ശരിയാവില്ല. നമുക്ക് ഇനി ഒരുപാട് 60-70 കിലോമീറ്റർ ഇനിയും പോകാനുണ്ട്. അപ്പം യാത്ര തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. കാര്യം ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു മേഖല അല്ല. കാര്യം അത്രയും ക്യാമറയൊക്കെ നനഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാം പൊളിഞ്ഞ് ബാഗ് കയറ്റി അടുത്ത നല്ലൊരു വീഡിയോ ആയി ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭദിനം എന്നായിരുന്നു.